بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم صل وسلم وبارك عليه اللهم اغفر لنا لمشايخنا നമ്മുടെ നജസിന്റെ പല വിവരണങ്ങളും നമ്മൾ പറഞ്ഞു. ഇനി ഈ ചില നജസുകളെ പറ്റി പറയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് മെരുപ്പശ, മെരുവിന്റെ പശ, അതായത് മെരുവിന്റെ ബാക്കില് നിന്ന് വരുന്ന ഒരു പശയുണ്ട്. അതിന് അവിടെ നജസ്, അത് കാഷ്ടമല്ല, മറിച്ച് രണ്ട് ഓട്ടയുണ്ട് എന്നാ പറയപ്പെടുന്നത്. അതിലൊരു ഓട്ടയിൽ നിന്ന് വരുന്നു. ഏതായിരിക്കും? മെരുപ്പശ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് ചില മരുന്നുകൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കും. അത് നജസ്സാണ് അല്ലേ? അതുപോലെ മറ്റു ചില നജസുകൾ, അയവിറക്കുന്ന ജീവി, അത് അതിൻ്റെ ആമാശയത്തു നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. പക്ഷെ അത് നജസ്സാണ്. എങ്കിലും അത് നമ്മളെ ഈ അതിൻ്റെ വെള്ളത്തിലൊക്കെ, അത് ഭക്ഷണം കഴിക്കുമ്പോൾ, അത് വെള്ളം കുടിക്കുമ്പോൾ വെള്ള പാത്രത്തിലൊക്കെ അത് അതിൻ്റെ വായിൽ നിന്നുള്ള കേലകളൊക്കെ വരില്ല മൃഗങ്ങളുടെ. അപ്പോൾ അത് ആ വെള്ളം നജസ്സാകുമോ ഇല്ലേ എന്ന ചോദ്യങ്ങളാണ് ഇനി പറയുന്നത്. നമ്മൾ ഫത്തഹ്മീൻ വായിക്കാം. വസ്സബാദു തോഹിറുൻ, മെരുപ്പശയാകുന്നത് ശുദ്ധിയുള്ളതാണ്. മെരുപ്പശ ശുദ്ധിയുള്ളതാണ്. ഒരു പൂച്ചന്റെ അത്രയൊക്കെ സുമാരല്ല, പൂച്ചനെ കാട്ടി ഉണ്ടാവും ആ വലിപ്പമുള്ള ഒരു ജീവിയാണ് മെരു എന്ന് പറയുന്നത്. അതിൻ്റെ വേക്കിൽ നിന്ന് വരുന്ന ഒരു പാലുണ്ട്, ഒരു പശ, അത് ശുദ്ധിയാണ്. അത് മരുന്നായിട്ട് ഉപയോഗിക്കലുണ്ട്. എന്തല്ല, അത് കാട്ടമല്ല. അപ്പൊ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഭക്ഷിക്കപ്പെടാത്ത ജീവിയുടെ രോമങ്ങൾ, മെരുവിനെ ഭക്ഷിക്കൂലെന്ന് മനസ്സിലാണ്. ഭക്ഷിക്കപ്പെടാത്ത ജീവിയുടെ രോമങ്ങൾ അത് രണ്ടോ മൂന്നോ അത് നജസ്സാണെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പൊ ഇത് നജസ്സ, ഇതിന്റെ രോമം. അപ്പൊ ഈ പശയില്, ഈ മെരുപ്പശ അങ്ങനെ എടുക്കുമ്പോൾ അതിന്റെ രോമം കൂടി ചിലപ്പോൾ ഈ പാത്രത്തിൽ വരും. ആ പാത്രത്തിൽ രോമം ഉണ്ടായി, കുറഞ്ഞ രോമൊക്കെയാണ് മാപ്പ് ചെയ്യപ്പെടും. അതാ പറഞ്ഞത് മാപ്പ് ചെയ്യപ്പെടാൻ തലയില് ശാരി, മെരുവിന്റെ കുറഞ്ഞ രോമത്തിന് തൊട്ട് ഈ പശയിലേക്ക് വരുന്ന മാപ്പ്. കത്തലാത്തി, 3 രോമം പോലെ. അവിടെ പറയുന്നു 5 രോമം, 4 രോമം, അതൊക്കെ മാപ്പ, അതൊക്കെ കുറഞ്ഞ രോമത്തിൽ പോകും. കഥാത്തിലോ ഇതുപോലെ അവൻ നിരുപാധികം പറഞ്ഞു. വലം യുബയ്യനൂ, പണ്ഡിതന്മാര് വെളിവാക്കി പറഞ്ഞില്ല. അന്നൽ മുറാദ, ഉദ്ദേശം അൽ ഖലീലു, കുറഞ്ഞത് എന്നാണോ. ഇസ്തിമാലി, ഉപയോഗത്തിന് വേണ്ടി പിടിക്കപ്പെട്ട പാത്രത്തിൽ കുറഞ്ഞത് എന്നാണോ. കഥാത്തിലൊക്കെ ഇതുപോലെ പണ്ഡിതന്മാർ നിരുപാധികം പറഞ്ഞു. എന്ത്? രോമം കുറഞ്ഞത് മാപ്പുണ്ട്. വലം യുബയ്യനു, അവിടെ വെളിവാക്കി പറഞ്ഞില്ല. എന്ത് പറഞ്ഞില്ല? അന്നൽ മുറാദ, ഉദ്ദേശം അൽ ഖലീലു, കുറഞ്ഞത് എന്നാണോ. ഇസ്തിമാലി, ഉപയോഗിക്കുന്ന പാത്രത്തിൽ, ഉപയോഗിക്കാൻ വേണ്ടി പിടിക്കപ്പെട്ട പാത്രത്തിൽ കുറഞ്ഞത് എന്നാണോ. അതായത് രണ്ടാം പാത്രം. നമ്മള് മെരു പശ എടുക്കുമ്പോൾ വലിയൊരു പാത്രത്തിൽ ആദ്യം ആ പശ എടുക്കും. എന്നിട്ട് പിന്നീട് ആവശ്യത്തിനനുസരിച്ച് ചെറിയ പാത്രത്തിലേക്ക് ആക്കും. അത് സ്പൂണിട്ടോ മറ്റോ ചെറിയ പാത്രത്തിലേക്ക് ആക്കും. ഇവിടെ 2 പാത്രമുണ്ട്. ആദ്യത്തെ പാത്രത്തിൽ തോനുണ്ടാവും. അപ്പൊ അതിൽ കുറഞ്ഞ രോമം മാപ്പുണ്ട് എന്നാണോ ആദ്യത്തെ പാത്രത്തിൽ, വലിയ പാത്രത്തിൽ? അല്ലെങ്കിൽ രണ്ടാം പാത്രം, അത് ഉപയോഗിക്കാൻ വേണ്ടി എടുക്കപ്പെട്ട പാത്രത്തിൽ മാപ്പുണ്ട് എന്നാണോ. അതിൽ കുറഞ്ഞത് മാപ്പുണ്ട്. ആദ്യത്തിൽ ഇനിയിപ്പോ കുറച്ച് കൂടിയാലും പ്രശ്നമില്ല. രണ്ടാം പാത്രത്തിൽ നിന്നാണ് കുറച്ചും കൂടി അളവ് കിട്ടും. രണ്ടാം പാത്രത്തിൽ നിന്നാവുമ്പോ അതാ പറഞ്ഞത്. വലം യുബയ്യനു, അവർ വെളിവാക്കി പറഞ്ഞില്ല. അന്നൽ മുറാദ, ഉദ്ദേശ അൽ ഖലീലു, കുറഞ്ഞ രോമം എന്നാണോ. ഫിൽ മഅഖൂദിൽ ഇസ്തിമാലി, ഉപയോഗിക്കാൻ വേണ്ടി എടുക്കപ്പെടുന്ന പാത്രത്തിലെ കുറഞ്ഞ രോമം എന്നാണോ. അതായത് രണ്ടാം പാത്രം. ഔ ഫിൽ ഇനാഇൽ മഅഖൂദി മിൻഹു, അതിൽ നിന്നും പിടിക്കപ്പെടുന്ന പാത്രം എന്നാണോ. പാത്രത്തിൽ കുറഞ്ഞത് എന്നാണ്. അതിൽ നിന്നാണ് ഈ ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുന്നത്. അതായത് ആദ്യത്തെ പാത്രത്തിൽ കുറഞ്ഞത് എന്നാണോ. അത് ഫിൽ ഇനായി, ഒരു പാത്രത്തിൽ എന്നാണോ. അൽ മഅഖൂദ് മിൻഹു, അതിൽ നിന്നും പിടിക്കപ്പെടുന്നു. ഈ ഉപയോഗത്തിന് വേണ്ടി അതിൽ നിന്നാണ് പിടിക്കല്.
അപ്പൊ ആദ്യത്തെ പാത്രമാണ് ഉദ്ദേശം. കാല ശൈഖുന, നമ്മളെ ശൈഖുന പറഞ്ഞു, നമ്മളെ ഉസ്താദ് പറഞ്ഞു, വല്ലദി യത്തജിഹു, ന്യായമായ ഒരഭിപ്രായം, അൽ അവ്വലു, ഏതഭിപ്രായമാണ്? ഉപയോഗിക്കാൻ വേണ്ടി എടുക്കപ്പെടുന്ന പാത്രം എന്നാണ്, അതിൽ കുറഞ്ഞത് മാപ്പുണ്ടെന്നാണ്. അതായത് രണ്ടാം പാത്രത്തിൽ, രണ്ടാമത് എടുക്കുന്ന പാത്രത്തിൽ കുറഞ്ഞത് മാപ്പുണ്ട്. ഒന്നാം പാത്രത്തിൽ കുറവാകണമെന്നില്ല, രണ്ടാം പാത്രത്തിൽ കുറഞ്ഞാൽ മതി. അപ്പോ അല്ലത് എത്തജിയോ, ന്യായമായ ഒരു അഭിപ്രായമല്ല പോലും, ഒന്നാമത്തത് അഭിപ്രായമാണ്. അതായത് ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുന്ന പാത്രം എന്നാണ്, അതായത് രണ്ടാം പാത്രമാണ്. എപ്പോഴേ ഇൻകാന ജാമിദൻ, ആ മെരുപ്പശ ഉറച്ചതാണെങ്കിൽ, നല്ല ദ്രാവകല്ല, വെള്ളല്ല. ബിഖലാഫിൽ മായി, ദ്രാവകമായ മെരുപ്പശക്ക് മാറ്റം ദ്രാവകമാണ്, വെള്ളമാണ്. പിന്നെ ജമീഅഹു, കാരണം അത് മുഴുവനും കശൈഇൽ വാഹിദി, ഒറ്റ വസ്തു പോലെയാണ്. പിന്നെ ജമീഅഹു, ദ്രാവകം മുഴുവനും കശൈഇൽ വാഹിദി, ഒറ്റ വസ്തു പോലെയാണ്. കാരണം അതിന് കുറച്ചെടുത്താലും സംഗതി നന്നായിട്ട് കലങ്ങും. കുറച്ചതാവുമ്പോൾ ഒരു ഭാഗത്ത് മാത്രമേ നിൽക്കുള്ളൂ ആ രോമത്തിന്റെ എഫക്റ്റ്. ദ്രാവകമാകുമ്പോൾ ഒരിടത്തുണ്ടെങ്കിൽ എല്ലായിടത്തേക്ക് എത്തും അതിന്റെ ഫലം. പിന്നെ ജമീഅഹു ബിഖിലാഫിൽ മായി, ദ്രാവകമായ മെരുപ്പശക്ക് മാറ്റം. പിന്നെ ജമീഅഹു, അത് മുഴുവനും കശൈഇൽ വാഹിദി, ഒറ്റ വസ്തു പോലെയാണ്. ഫീഹി, അപ്പോൾ ആ ദ്രാവകത്തിൽ മുടി കുറവാണെങ്കിൽ അത് മാപ്പ് ചെയ്യപ്പെടോ ഇല്ല. പല കുറവല്ലെങ്കിൽ മാപ്പ് ചെയ്യപ്പെടൂല. പല നെതറ, നോക്കേണ്ടതില്ല. ലിൽ മഹ്ഫൂദി, പിടിക്കപ്പെടുന്ന ഏത് പാത്രമാണ് എന്ന് നോക്കേണ്ടതില്ല. ഹീനൈദിൻ, ദ്രാവകമാകുമ്പോൾ. ഇനി മറ്റൊരു മസല പറയുന്നു. വനഖലൽ മുഹിബ്ബുത്തിബ്രി, അത്തിബ്രിയു, മുഹിബ്ബുത്തിബ്രി എന്നവര് റിപ്പോർട്ട് ചെയ്തു. സബ്ബാഹി ഇമാമിനെ തൊട്ട് വാഴ്ത്തമതഹോ മുഹിബ്ബുത്തിബ്രി ഇമാം അത് മുത്തമത പ്രബലപ്പെടുത്തുകയും ചെയ്തു. അന്നഹു യോഫാ, നിശ്ചയം, അന്നഹു നിശ്ചയം, കാര്യം, പൂനഗമീർ കാര്യം എന്നാണ്. യോഫാ മാപ്പ് ചെയ്യപ്പെടും. ജറത്തിൽ ബഴീരി, ഒട്ടകത്തിന്റെ അയവിറക്കിയതിനെ തൊട്ട്, ഒട്ടകം അയവിറക്കിയത്. വനഹവി, ഒട്ടകം പോലത്തത്, പശുക്കളൊക്കെ. ഫലാ യുൻജിസു, അല്ലെങ്കിൽ ഫലാ യൻജുസു, നജസാകൂല. ഒരു വെള്ളം ശരിബ, ഒട്ടകങ്ങൾക്ക് കുടിക്കുന്നതായ മിൻഹുവ, ഒന്നിൽ നിന്നും. അപ്പൊ എന്താവൂല, അത് തലട്ട, അത് വായട്ട വെള്ളം നജസാകൂല. ഈ ഒട്ടകത്തിന്റെ അയവിറക്കിയതിനോട് ചേർക്കപ്പെടും. പമ്മാ, ഒന്നിന്റെ വായും. എതിർത്തറൂ, അയവിറക്കുന്ന മറ്റു ചില ജീവികള്. അതെന്തിനാൻ? മിൻ വലതിൽ ബഖറത്തി, പശുവിന്റെ കുട്ടി. ഇനി ആടിന്റെ കുട്ടി. ഇതൽത്തഖമാ, അത് ഈമ്പിയാല്. അഖ്ലാഫ ഉമ്മിഹി, ഉമ്മയുടെ അകിടിനെ. ഇതൽത്തഖമത് ഈമ്പിയാല്, അല്ലെങ്കിൽ ഉമ്പിയാല്. അഖ്ലാഫ ഉമ്മിഹി, ഉമ്മയുടെ അകിടിനെ ഊമ്പിയാൽ. അപ്പൊ ഉമ്മയുടെ അകിടിന്മേലൊക്കെ എന്താകും? ഈ വായുടെ അയവിറക്കിയ നജസാവുണ്ടല്ല. അപ്പൊ നമ്മൾ പാല് കറക്കുമ്പോൾ പാലിലും ചിലപ്പോൾ ലേശീശം കിട്ടി വെന്നു വരും. കാരണം അതിന്റെ വായിലുള്ളത് ഈ അവിടുമലുണ്ടാവില്ല, അത് മാപ്പുണ്ട്. ചുരുക്കി പറഞ്ഞാല് ഈ നേരത്തെ അയവിറക്കിയ ആ വെള്ളം കുടിച്ച് അതിനോട് ചേർക്കപ്പെടും. നിന്റെ വായ ജിത്തറു, അയവിറക്കുന്ന വലതിൽ ബക്രത്തി, പശുക്കുട്ടിയിൽ നിന്നും. അതുപോലെ ആടുകളിൽ നിന്നും. ഇതൽത്തഖമാത് ഈമ്പിയാൽ അഖ്ലാഫ ഉമ്മിഹി, ഉമ്മയുടെ അകിടിനെ. വഅൽഹഖ ഗൈറുഹു, മറ്റു ചില പണ്ഡിതന്മാർ ചേർത്തു. ബിഹിം, ഈ അല്ല. വഖാല ഇബ്നു സ്വലാഹ് റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഉപ്പാവും മാപ്പ് ചെയ്യപ്പെടും. അമ്മ, ഒന്നിനെ തൊട്ട്. ഇത്തസല ബിഹ, ഒന്നിനോട് ചേർന്നു. ഒരു വസ്തു. മിൻ അഫ്വാഹി സിബിയാനി, കുട്ടികളുടെ വായിൽ നിന്നും, ചെറിയ കുട്ടികളുടെ വായിൽ നിന്നും ഓരോ എന്തെങ്കിലും ഒരു വസ്തുവിനോട് ചേർന്നാൽ അത് മാപ്പ് ചെയ്യും. കുട്ടികളുടെ വായ, ആ വായിൽ നിന്ന് ഒന്നിനോട് ചേർന്നാല്
വായയിൽ നിന്നും വേറെ വായ പിച്ചവനിലേക്കോ മറ്റൊക്കെ വായയിൽ നിന്നും വല്ലതും ചേർന്നാൽ മാപ്പ് ചെയ്യും. കുട്ടികളുടെ വായ ഛർദ്ദിച്ചതുണ്ടാവും. മഹത്തഹഖുഖി നജാസത്ത്, വായ നജസുണ്ടെന്ന് ഉറപ്പാവലോട് കൂടെ തന്നെ വഅൽഹഖ ഗൈറുഹു, മറ്റു ചില പണ്ഡിതന്മാർ ചേർത്ത് ബിഹിം, ഈ കുട്ടികളുടെ വായയോട് അഫ്വാഹൽ മജാനി, ഭ്രാന്തന്മാരുടെ വായകളെയും. അവരിൽ നിന്നും ചിലപ്പോ ആമാശന്നുള്ള കേലൊക്കെ വരും, അതും എവിടെയെങ്കിലൊക്കെ ആയാൽ കുറച്ചൊക്കെ മാപ്പുണ്ട്. ദർക്കശിമാം അതുകൊണ്ട് ഉറപ്പിച്ച് പറയുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് ഇനിയും ഉണ്ട് നജസിനെ പറ്റിയുള്ള വിവരണങ്ങൾ പിന്നീട് പറയും.